കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലെ ഈ വചനധ്യാനം നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാവിനെ പോലെ പൗലോസും തൻ്റെ അയോഗ്യതയുടെ അവസ്ഥ കണ്ട ഒരു മനുഷ്യനായി. അവൻ തൻ്റെ യഥാർത്ഥ അവസ്ഥ തൻ്റെ ഉള്ളിൽ ആഴത്തിൽ കണ്ടിരുന്നു. ദൈവത്തിൻ്റെ പ്രിയ വിശുദ്ധന്മാരെ, ഈ സിംഹാസനത്തെയും സിംഹാസനത്തിലുള്ള കർത്താവിനെയും കാണുന്ന ഒരു സ്ഥാനത്തേക്ക് നാം വരുമ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇത് തന്നെയായിരിക്കും. അപ്പോൾ നാം മറ്റുള്ളവരെ കാണുന്നതിൽ നിന്നും വിടുവിക്കപ്പെടും. ഈ ദർശനം നമ്മെ നമ്മുടെ യഥാർത്ഥ അവസ്ഥയെ കാണുവാനിടയാക്കും. അയ്യോ, ഞാൻ അരിഷ്ടനായ മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്ന് അപ്പസ്തോലനായ പൗലോസിനെ പോലെ നാമും ദൈവത്തോട് പ്രതികരിക്കുന്നവരായിത്തീരും. വിശുദ്ധന്മാരെ, നമ്മുടെ ജീവിതത്തിലുള്ള അലംഭാവവും ആത്മസംതൃപ്തിയും നിർവികാരതയും ദൈവത്തിനും നമുക്കും ഇടയിലുള്ള അകലത്തെയാണ് വെളിപ്പെടുത്തുന്നതെന്ന് നാം മനസ്സിലാക്കണം. ഈ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്നാൽ ദൈവത്തോടുള്ള നമ്മുടെ ആ സാമീപ്യം എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള ഒരു നിലവിളി നമ്മിൽ നിന്ന് പുറപ്പെടുവിക്കും. അതെ, അത് നമ്മെ തൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ബോധവാന്മാരാക്കും. നമ്മുടെ അയോഗ്യതയെക്കുറിച്ചും അത് നമ്മെ ബോധവാന്മാരാക്കും. ദൈവം എത്ര യോഗ്യനാണ് എന്ന് നാം കാണുവാൻ തുടങ്ങും. അതുമാത്രമല്ല, നമ്മുടെ അയോഗ്യതയെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കും. അതുകൊണ്ട് ഏതൊരു അലംഭാവവും അലസതയും ആത്മസംതൃപ്തിയും സംവേദനക്ഷമതയില്ലായ്മയും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള അടുപ്പത്തിൻ്റെ അഭാവത്തെയാണ് കാണിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്തോറും ആ ദൂരം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ പാപത്തെക്കുറിച്ച് എത്രത്തോളം ബോധവാന്മാരാകുന്നുവോ അത്രത്തോളം നാം ദൈവത്തോട് അടുക്കും. അത് ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമ്മെ കൂടുതൽ ബോധവാന്മാരാക്കും. അത് കർത്താവിനെക്കുറിച്ചും തൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും നമ്മെ കൂടുതൽ ബോധവാന്മാരാക്കും. പ്രിയമുള്ളവരെ, ദൈവജനത്തിൽ നമ്മൾ വീണ്ടും വായിക്കുകയാണ്. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തര് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. ഇവിടെ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് യെശയ്യാവ് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. സർവഭൂമിയും തൻ്റെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു. അത് കണ്ടപ്പോഴാണ് എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് യെശയ്യാവ് നിലവിളിച്ചതെന്ന് നാം മനസ്സിലാക്കണം. പ്രിയ വിശുദ്ധന്മാരെ, കർത്താവിനോട് അടുക്കുന്തോറും ആ സ്ഥാനത്തേക്ക് നാം കൊണ്ടുവരപ്പെടും. ദൈവപുരുഷന്മാരെ
നാം നോക്കുമ്പോൾ, അവരുടെ ജീവിതത്തെ നാം നോക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെ കാണുവാൻ സാധിക്കും. ദൈവവുമായി കൂടുതൽ അടുത്ത് നടന്നവർ തകർന്ന ഹൃദയമുള്ള പാത്രങ്ങളായിരുന്നു. ഇന്ന് ലോകത്ത് നാം കാണുന്ന മഹാന്മാരിൽ നിന്ന് അവർ വ്യത്യസ്തരായി. അവർ തകർന്ന ഹൃദയമുള്ളവരും വളരെ സംവേദനക്ഷമതയോടെ നടന്നവരും ആയിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യബോധത്തോടെ അവർ നടന്നു. അത് നമുക്ക് കാണാൻ കഴിയും. അതാണ് പ്രഥമമായ കാര്യമെന്ന് നാം മനസ്സിലാക്കണം.